Kerala and Karnataka, the glow of purity. നേരിട്ട് ഈ ഉത്തര കന്നഡയിൽ വലിയ മണ്ണിടിച്ചിലുണ്ടായി അപകടമുണ്ടായ സ്ഥലത്തേക്ക് ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുന്ന സ്ഥലത്തേക്ക് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വരുന്ന തത്സമയ ദൃശ്യങ്ങളാണ്, ആദ്യ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മുഖ്യമന്ത്രി നേരിട്ട് ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. അതായത് ഈ കർണാടക സർക്കാർ ഈ രക്ഷാപ്രവർത്തനത്തിൽ തുടക്കത്തിൽ വലിയ വിമർശനം നേരിട്ടിരുന്നു. എന്താണ് വൈകിയത് എന്നതുൾപ്പെടെ ഈ അർജുന്റെ കുടുംബം ഉൾപ്പെടെ പോലീസിനെയും സർക്കാരിനെയും സമീപിച്ചെങ്കിലും ഒരനക്കവുമില്ലാതെ വൈകി. പിന്നീട് മാധ്യമങ്ങളുടെ ഇടപെടൽ, സംസ്ഥാന സർക്കാരിന്റെ, കേരളത്തിലെ സർക്കാരിന്റെ ഇടപെടൽ, ഒപ്പം മറ്റ് ഇടപെടലുകൾ വഴി, സമ്മർദ്ദങ്ങൾ വഴിയാണ് ഒടുവിൽ രക്ഷാപ്രവർത്തനത്തിന് കർണാടക സർക്കാർ തയ്യാറായത്. ഒടുവിൽ ഇപ്പോൾ കർണാടക മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ ദുരന്ത ബാധിത സ്ഥലത്തേക്ക്, ഈ മണ്ണിടിച്ചിലുണ്ടായി ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് മറ്റൊരു ഡ്രൈവർ ഉറപ്പിച്ച് പറഞ്ഞതാണ്, ദൃക്സാക്ഷികൾ റിപ്പോർട്ടറിലൂടെ പങ്കുവെച്ച അതേ ഇടത്ത് ആ ലോറിയുണ്ട് എന്ന സിഗ്നലുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ തെരച്ചിൽ അല്പം നേരത്തെയാക്കണമെന്ന് എത്ര തവണ ഞങ്ങൾ കെഞ്ചി പറഞ്ഞു അധികൃതരോട്. പക്ഷേ ഇപ്പോൾ ഇതാ ആർമിയുടെ എഞ്ചിനീയറിംഗ് യൂണിറ്റ് അവിടെ നടത്തുന്ന ഡീപ് സർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പരിശോധനയിൽ നിർണായകമായ വിവരമാണ് ലഭിക്കുന്നത്. മെറ്റൽ സാന്നിധ്യം ആദ്യ സിഗ്നലുകളിൽ കിട്ടിയിരിക്കുകയാണ്. അരമണിക്കൂർ പോലും വേണ്ട ഈ പരിശോധന പൂർത്തിയാക്കാൻ. ഇതെന്നേ ചെയ്യാമായിരുന്നു. ഇപ്പോൾ ചെയ്യുന്ന ഈ പ്രവർത്തനം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കൂ. ജീവന്റെ ഒരു കണികയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് അർജുനെ തിരിച്ചു പിടിക്കാൻ കഴിയും. അരമണിക്കൂറിനുള്ളിൽ ഈ പരിശോധന പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ് അവിടെ നിന്നുള്ള കരസേനാ സംഘം അറിയിക്കുന്നത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. നിർണായകമായ സൂചനയാണ് ലഭിക്കുന്നത്. 8 മീറ്റർ താഴ്ചയിൽ എന്തോ ഒരു ലോഹഭാഗമുണ്ട്. ലോഹം കൃത്യമായി ഡിറ്റക്ട് ചെയ്യുന്ന ഉപകരണമാണ് ഇത് പറയുന്നത്. ആദ്യ സിഗ്നലുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ മാപ്പിംഗിലൂടെ ആ ലോഹഭാഗത്തിന്റെ നീളവും വീതിയും ഒക്കെ അവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. പാറക്കല്ലുകൾ എടുത്തു മാറ്റാനും പെട്ടെന്ന് മണ്ണ് നീക്കാനും ഉള്ള സംവിധാനങ്ങൾ അവിടെയുണ്ട്. എല്ലാവരും ഉണർന്ന് പ്രവർത്തിച്ചാൽ നമുക്ക് അർജുനെ രക്ഷിക്കാൻ കഴിയും. അത് മാത്രമാണ് നമ്മൾ ഈ നിമിഷത്തിൽ അഭ്യർത്ഥിക്കുന്നത്. സേവ് അർജുൻ, അത് മാത്രമാണ് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. നിർണായകമായ വിവരമാണ്. ഔദ്യോഗിക സ്ഥിരീകരണം ഉടൻ ഉണ്ടാകും എന്നാണ് നമ്മൾ കരുതുന്നത്. മെറ്റൽ സാന്നിധ്യം കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ്. മെറ്റൽ സാന്നിധ്യം എന്ന് പറയുന്നത് ലോറിയുടെ മെറ്റൽ പാർട്ട് ആകാനുള്ള എല്ലാ സാധ്യതയും നമ്മൾ ഈ നിമിഷത്തിൽ പ്രതീക്ഷിക്കുകയാണ്. ആ ഒരു പ്രതീക്ഷയോടെ, ആ ഒറ്റ പ്രതീക്ഷയിലേക്ക് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ചുരുങ്ങുകയാണ്. അർജുനെ ജീവനോടെ അതിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയണം. ഇന്ന് 7-ാം നാളാണ്. 16-ാം തീയതി 8:45 മണ്ണിനടിയിൽ ആ ലോറിക്കുള്ളിൽ ബർത്തിൽ കിടന്നുറങ്ങുകയായിരുന്നു അർജുൻ. ആ ഉറങ്ങുന്ന വേളയിലാണ് മണ്ണിടിഞ്ഞു വീണത്. പുഴയിലേക്ക് പോയിട്ടില്ല, മണ്ണിനടിയിൽ അർജുൻ ഉണ്ട് എന്ന സൂചനകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. അർജുൻ ജീവനോടെ ഉണ്ടാകാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഉണ്ടാകണേ എന്നാണ് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. 8 മീറ്റർ താഴ്ചയിൽ ലോഹ സാന്നിധ്യമുണ്ട്. അവിടെ ഇപ്പോൾ പരിശോധന നടത്തുന്ന ഭാഗത്ത്, അതിന്റെ ഏരിയൽ ഷോട്ട്സിലേക്ക് നമുക്ക് പോകാം. ആ പരിശോധന നടക്കുന്ന ഭാഗത്ത് പാറക്കല്ലുകൾ, വലിയ പാറക്കല്ലുകൾ ഉള്ളതിനാൽ മഞ്ചേശ്വരം MLA സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ അപകട സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ നമ്മളെല്ലാവരും മലയാളികൾ അർജുൻ്റെ ജീവനോട് തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ അങ്ങനെയുള്ള ചില ചർച്ചകൾ വരുന്നുണ്ടെങ്കിലും ബന്ധപ്പെട്ട നമ്മുടെ ഗവൺമെൻറ്, കേരള ഗവൺമെൻറ്റും ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇടപെട്ട് വളരെ ഒരു ടീം വർക്കോട് കൂടി നല്ല ദ്രുതഗതിയിലുള്ള, ഞാൻ ഇന്നലെ രാത്രി തന്നെ ഇവിടെ എത്തി പോലീസിൻ്റെ സാന്നിധ്യത്തിൽ സ്പോട്ടൊക്കെ വിസിറ്റ് ചെയ്ത ഒരാളാണ്. രാവിലെയും കണ്ടു. തീർച്ചയായും നമുക്ക് അർജുൻ തിരിച്ചു വരുമെന്നുള്ള ഒരു 100% പ്രതീക്ഷയിലും പ്രാർത്ഥനയിലാണ് നമ്മളൊക്കെ ഉള്ളത്. ചില ഇവിടുത്തെ കാലാവസ്ഥ നല്ല മഴയാണ്, മണ്ണിടിച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. തുടക്കത്തിൽ ഒരു അമാന്തത വന്നിട്ടുണ്ടോ എന്ന് തീർച്ചയായും സംശയം പ്രകടിപ്പിക്കുകയാണ്. ഏതായാലും നമ്മൾ അർജുൻ്റെ ജീവന് വേണ്ടി ഇങ്ങനെ തിരിച്ചു വരവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എന്തായാലും അർജുൻ തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലും പ്രാർത്ഥനയിലുമാണ്. KC വേണുഗോപാൽ ഇവരുമായി ബന്ധപ്പെട്ടു എന്ന് പറയുന്നു, പ്രതിപക്ഷ നേതാവ് ബന്ധപ്പെട്ടു എന്ന് പറയുന്നു. പക്ഷേ ആർമിയുടെ നീക്കം വളരെ വൈകിപ്പോയിരുന്നത് പരാതി വെച്ചിട്ടുണ്ട്. തീർച്ചയായും അത് ഇന്നലെ മുതൽ ഞാനും ഇങ്ങനെ അറിയാൻ കഴിഞ്ഞു. നമ്മളിങ്ങനെ ചർച്ചയിലൂടെയാണ് അറിയുന്നത്. KC വേണുഗോപാൽ ഇടപെട്ടു, കോഴിക്കോട് MP ഇടപെട്ടു. എന്നെ തന്നെ പ്രതിപക്ഷ നേതാവും ഒമനെ കുഞ്ഞാൾ സാഹിബ് അടക്കമുള്ള ആളുകൾ നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്പോട്ടിൽ എത്തിയത്. ഇന്നലെ രാത്രി തന്നെ എത്തിയതിനു ശേഷം പരിശോധിക്കുമ്പോൾ ഒന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് തുടക്കത്തിൽ ഒരു ജാഗ്രത കുറവ് വന്നോ എന്നുള്ള ഒരു സംശയമുണ്ട്. ഇപ്പോൾ ഏതായാലും ഒരു ടീം വർക്കോട് കൂടി വളരെ നല്ല രീതിയിലാണ് അതിൻ്റെ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക എന്നത്. തീർച്ചയായും നമുക്ക് അർജുനെ ജീവനോടെ തിരിച്ചു കിട്ടും. ഇവിടുത്തെ കാലാവസ്ഥയും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഏതായാലും ഈ സന്ദർഭത്തിലൊരു കർണാടക ഗവൺമെൻറ്
മുഖ്യമന്ത്രി ഇന്ന് ഇവിടെ സ്പോട്ട് വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഡെപ്യൂട്ടി CM കാരണം നമ്മുടെ മലയാളിയായ UT ഖാദറാണ് സ്പീക്കർ. അദ്ദേഹം നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട്. ഈ മണ്ഡലത്തിൻ്റെ MLA സതീഷ് ഓൾറെഡി ആൾ എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഞാൻ അദ്ദേഹത്തെ തുടക്കം മുതൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വളരെ നന്നായി ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇന്നിപ്പോൾ കഴിഞ്ഞ നിങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിന് ശേഷം ഇന്ന് രാവിലെ മുതൽ ഏറ്റവും വേഗതയിൽ രക്ഷാപ്രവർത്തനം വളരെ ജാഗ്രതയോടുകൂടി മുഖ്യമന്ത്രി മോണിറ്റർ ചെയ്തുകൊണ്ട് കൃത്യമായി നടക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇന്ന് അർജുനെ തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല. തീർച്ചയായും അവരൊക്കെ അതിൻ്റെ ഒരു ആദ്യ ഘട്ടം എന്ന നിലക്കാണ് ഞാനിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അവരൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മഞ്ചേശ്വരം MLA എന്തായാലും അപകട സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് എന്നുകൂടിയാണ്. ഇന്നലെ രാത്രി അദ്ദേഹം സ്ഥലത്ത് വന്നിരുന്നു. കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തമ്പുരാനെ, കർണാടകയിൽ അല്ലാഹുവേ ഒരു വാഹനത്തിൽ അകപ്പെട്ടു പോയ അർജുനം എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഒരു സഹോദരനെന്ന മണ്ണിനടിയിലാണ്. അല്ലാഹുവേ തമ്പുരാനെ, നീ എല്ലാവിധ രക്ഷയും കൊടുക്കണേ അല്ലാ. ഒരു മനുഷ്യനാണ് റബ്ബേ, ആ ഒരു മനുഷ്യ ജീവിതത്തിന് വേണ്ടി അല്ലാ ഒരു കുടുംബം വല്ലാതെ കാത്തിരിപ്പാണ് അല്ലാ. ഒരു കുടുംബത്തിന്റെ നട്ടെല്ലാണ് റഹ്മാനെ. അല്ലാഹുവേ പെയിന്റ് പണിയെടുത്ത് കുടുംബം പോറ്റിയവനായിരുന്നു അല്ലാ. അല്ലാഹുവേ അനുജന് വേണ്ടി കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചൊരു മനുഷ്യ സ്നേഹിയായിരുന്നു അല്ലാ. അല്ലാഹുവേ ഒരു പിതാവിനെ തേടി ഒരു കുഞ്ഞ് കാത്തിരിക്കുന്നു അല്ലാ. ഒരു മകനെ തേടി ഒരു പിതാവ് കാത്തിരിക്കുന്നു അല്ലാ. അർജുനം എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട സഹോദരന് നീ സംരക്ഷണം കൊടുക്കണേ അല്ലാ. എത്രയും വേഗം കണ്ടെത്താനുള്ള ഭാഗ്യം കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ തമ്പുരാനെ, ആ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങളെല്ലാം നീ വിജയിപ്പിക്കണേ അല്ലാ. കാലാവസ്ഥ അനുകൂലമാക്കി കൊടുക്കണേ അല്ലാ. എളുപ്പം കൊടുക്കണേ അല്ലാ. ആ കുഞ്ഞുങ്ങൾ ഇന്നലെ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് വെച്ചാണ് ആ 2 കുഞ്ഞുങ്ങളും വന്ന് പറഞ്ഞത് ഞങ്ങളുടെ അച്ഛനെ ഞങ്ങൾക്ക് തിരിച്ചു വേണം എന്ന് നമ്മളോട് പറഞ്ഞത്. പക്ഷേ താഴെ ഒരിടത്തും തെരച്ചിൽ നടക്കുന്നില്ല. ഈ 7 കിലോമീറ്റർ സ്ട്രെച്ചിൽ ഒരിടത്തും തെരച്ചിലില്ല. അത്രമാത്രം ഇൻസെൻസിറ്റീവ് ആണ് ഈ കുട്ടികളുടെ അടക്കമുള്ള ആവശ്യങ്ങളോട് സർക്കാർ എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇത് നമ്മുടെ നാട്ടിലാണെങ്കിൽ അങ്ങനെയല്ലല്ലോ. ഏതെങ്കിലും സംവിധാനങ്ങൾ ഉപയോഗിച്ചൊരു തെരച്ചിൽ നമ്മൾ നടത്തും, തുടർച്ചയായി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കും. ജോയിക്ക് വേണ്ടി നമ്മൾ നടത്തിയ തെരച്ചിൽ അതൊരു വെരി വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ് എന്ന് സ്വയം നമുക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്. ഓരോ മനുഷ്യനും VVIP ആണ് എന്ന് ബോധ്യമുള്ളൊരു നാട്ടിൽ ജീവിക്കുന്നതിൻ്റെ ആനുകൂല്യം ചെറുതല്ല. അതുകൊണ്ടാണ് ഞാൻ പ്രേക്ഷകരോട് പറയുന്നത് 563 കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്തായി പോയി അർജുൻ്റെ ഈ അപകടം നടന്നത്. അതല്ലെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി വേഗത്തിൽ നമ്മൾ ഇറങ്ങുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ 3 പ്രദേശത്തു നിന്നുള്ള ആളുകളുണ്ട്. കുരാച്ചുണ്ടിൽ നിന്ന് വന്നവർ, ബാലുശ്ശേരിയിൽ നിന്ന് വന്നവർ, മുക്കത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നവർ. അവർ മറ്റൊന്നിനു വേണ്ടിയല്ല, ഒരു പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയല്ല, പണത്തിന് വേണ്ടിയല്ല, അധികാരത്തിന് വേണ്ടിയല്ല, തൊഴിലിലേക്കുള്ള കോട്ടയ്ക്ക് വേണ്ടിയല്ല. അവർ നമ്മുടെ നാട്ടിലുള്ളൊരു മനുഷ്യൻ മണ്ണിടിയിൽപ്പെട്ടിട്ട് മണിക്കൂറുകളായി എന്ന് കേൾക്കുമ്പോൾ ഓടിയെത്താനുള്ള മനസ്സ് കാണിക്കുന്ന മലയാളികളുണ്ട്. ഒരു മനുഷ്യൻ മലയിൽ കുടുങ്ങിയിരിക്കുന്നു എന്നറിയുമ്പോൾ ഓടി വന്ന മനുഷ്യരുണ്ട്. അവരൊക്കെയാണ് ഇപ്പോഴും ഈ മണ്ണിടിച്ചിൽ നടന്ന പ്രദേശത്തേക്ക് ഓടിയെത്തിയിരിക്കുന്ന കൂരാച്ചുണ്ടിലെയും ബാലുശ്ശേരിയിലെയും മുക്കത്തെയും ഒക്കെ മനുഷ്യർ. ആ മനുഷ്യരെ ഉള്ള നാട്ടിൽ ജനിച്ചു എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഇവിടെ വരുമ്പോഴാണ് നമ്മുടെ സിസ്റ്റവും ഇവിടെ സിസ്റ്റം ഇല്ലായ്മയും തമ്മിലുള്ള ബോധ്യമുണ്ടാകുന്നത്. അല്ലേ അഭിലാഷ്? തീർച്ചയായിട്ടും. ഒരു പക്ഷേ നമ്മൾ രക്ഷാപ്രവർത്തനം ഒക്കെ പറയുന്നുണ്ട്. ആ രക്ഷാപ്രവർത്തനം ആരംഭിക്കേണ്ടത് ഒരു പക്ഷേ ജില്ലാ ഭരണകൂടത്തിൽ നിന്നാണ് എന്നുള്ളതാണ്. അവിടുന്ന് തുടങ്ങിയാൽ മാത്രമേ ഇത്തരം ദുരന്തമുണ്ടാകുമ്പോൾ എങ്ങനെ ആക്ട് ചെയ്യണമെന്ന് പറയാൻ കഴിയും. കാരണം ഞാൻ ആ ബാലുശ്ശേരിക്കാരാണ്. എൻ്റെ നാട്ടുകാരവിടെ രക്ഷാപ്രവർത്തനത്തിൽ വരുത്തുക എന്ന് പറയുമ്പോൾ വലിയ അഭിമാനമുണ്ട് നമുക്കൊക്കെ. മലയാളിയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനമുണ്ട്. കാരണം നമ്മൾ പുത്തുമലയും കവളപ്പാറയും ഒക്കെ വലിയ ദുരന്തങ്ങൾ നമ്മൾ കണ്ടവരാണ്. പക്ഷെ അവിടെ നടന്ന രക്ഷാപ്രവർത്തനം എങ്ങനെയായിരുന്നു നമ്മൾ കണ്ടതാണ്. ഒരു പക്ഷേ സൈന്യം എത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ NDRF എത്തുന്നതിന് മുമ്പ് അവിടുത്തെ നാട്ടുകാരും സന്നദ്ധ സംഘടനകളുമാണ് പ്രവർത്തനം ഏകോപിപ്പിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്തത്. പക്ഷേ ഓരോ ദുരന്തമുണ്ടാകുമ്പോൾ അതിന് ചില പോരായ്മകളൊക്കെ ഉണ്ടാവും. അത് രക്ഷാപ്രവർത്തനം നടത്തുക. ഇവിടെ അതല്ല. അൾട്ടിമേറ്റ്ലി ജില്ലാ ഭരണകൂടം പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. ഒരു പോയിന്റ് കൂടി പറയണം അഭിലാഷ്. ഞാൻ ഇന്നലെ വന്നപ്പോൾ മുതൽ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരയുന്നു. ആ പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. ആ പഞ്ചായത്ത് മെമ്പർ ആരാണെന്ന് പിടികിട്ടുന്നില്ല. ശരിയാണ്, ഇവിടെ വീടുകളൊന്നും തൊട്ടടുത്തില്ല. പ്രേക്ഷകർക്ക് കാണാം, വലിയ ഡെൻസിറ്റി ഇല്ലാത്ത സ്ഥലമാണ്. ഇവിടെ ഒരു വീട് കഴിഞ്ഞാൽ പിന്നെ കിലോമീറ്ററുകൾ പോയാലാണ് അടുത്ത വീട് കാണാൻ സാധിക്കുക. പക്ഷേ ഇവിടുത്തെ പഞ്ചായത്തിനുണ്ട്, ആ പഞ്ചായത്ത് സംവിധാനത്തിൽ പ്രസിഡന്റ് ഉണ്ട്. പ്രാദേശികമായി ആ സംവിധാനങ്ങളെ ഏകോപിപ്പിക്കേണ്ടത് ആ തദ്ദേശവാസികൾ കൂടിയാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരു നേതാവിനെ നമുക്ക് സ്ഥലത്ത് കാണാൻ കഴിയുന്നില്ല. നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ, ഇപ്പോൾ ഞങ്ങളുടെ
ചാനലുണ്ട്, ഏഷ്യാനെറ്റ് ഉണ്ട്, മാതൃഭൂമിയുണ്ട്. ഈ ചാനലുകളൊക്കെ ഇവിടെ വന്നിട്ട് മണിക്കൂറുകളായി. ഈ മാധ്യമപ്രവർത്തകർ എല്ലാവരും ചോദിക്കുമ്പോൾ SP എവിടെ? ചോദ്യത്തിന് ഉത്തരമില്ല. DYSP എവിടെ? ചോദ്യത്തിന് ഉത്തരമില്ല. നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു രക്ഷാപ്രവർത്തനവും ദൗത്യവും നടക്കുമ്പോൾ ഇങ്ങനെയാണോ സംവിധാനം പ്രവർത്തിക്കുക എന്നത് മാത്രം ആലോചിച്ചാൽ മതി. ഒരു സിസ്റ്റമില്ലായ്മയുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറയാം അഭിലാഷേ, നമ്മൾ നാട്ടുകാരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് ഏതെങ്കിലും ഒരു പ്രദേശത്തെ അപമാനിക്കാൻ വേണ്ടി പറയുന്നതല്ല, തീർച്ചയായിട്ടും അവർ വസ്തുതയെ നമ്മളോട് പറഞ്ഞത് സാധാരണ ഇത്രയും വലിയ തെരച്ചിലൊന്നും ഉണ്ടാവാറില്ല. ഇത്തരം ലാൻഡ് സ്ലൈഡ്സും പുഴയിൽ പോക്കും ഒക്കെ സാധാരണഗതിയിലാണ്. അങ്ങനെ ഉണ്ടായാൽ അത് വാർത്ത റിപ്പോർട്ട് ചെയ്യും, പ്രാദേശികമായിട്ടൊരു വാർത്ത വരും. പ്രാദേശിക ചാനലാണ് മിക്കവാറും വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വലിയ ചർച്ചയാവാറില്ല. അത് മന്ത്രിയുടെ തലത്തിൽ പോലും എത്താറില്ല. പെട്ടെന്ന് തന്നെ ജില്ലാ ഭരണകൂടം ഇടപെട്ട് ആദ്യം നഷ്ടപരിഹാരം പ്രഖ്യാപിക്കും. 5 ലക്ഷം രൂപ. അതാണ് ഇവരുടെ ഫിക്സ്. 5 ലക്ഷം രൂപ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് പിന്നെ വലിയ പരാതികളുണ്ട്. ചിലർക്ക് സാധാരണപ്പെട്ട കുടുംബമാണ്, പെട്ടെന്ന് തന്നെ പണം കിട്ടും. അപ്പോൾ ഇനി അവർ പരാതി പറയാൻ പോലെ City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറവാകൂ. വിളിക്കൂ 9072-767-005 or visit www.eduskilling.com. ചില ബന്ധങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. അതിന്റെ സൗന്ദര്യം പറഞ്ഞറിയിക്കാനാവില്ല. 4 നൂറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യം. സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മറ്റേതിനേക്കാളും മികച്ചത് നൽകുമെന്ന ഉറപ്പ് എന്നെ ഞാനാക്കി മാറ്റി. ശരിയാണ്, അത് അത്രമേൽ അമൂല്യമാണ്. യഥാർത്ഥ 916 സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ ഷോറൂം സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇനി ചെറുവത്തൂരിലും പൊന്നിന് പൂക്കാലം. സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുവത്തൂർ, കേരള, കർണാടക.